ഓപ്പൺ ജീപ്പ് അങ്ങനത്തെ രീതിയിലൊക്കെ വന്നുള്ള അത് മറ്റേ ഓപ്പൺ ജീപ്പ് അവന് രീതിക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ട്രെൻഡ് നാട്ടുരാജാവിലുണ്ട്. നാട്ടുരാജാവ് എനിക്ക് തോന്നുന്നു ഇതേ വണ്ടി ഏകദേശം പാടം ഏകദേശം ഒരുപോലെ തന്നെ. ടയർ വെച്ച വണ്ടി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ടില് ടയർ വെച്ച് വെച്ചിട്ട് അതല്ല, ഇത് നോർമലായിട്ട് ഒരാളെ കൊണ്ട് നടക്കണം. ഇവനെന്ത് സിനിമ വരുമ്പോ അത് അല്ല നോർമൽ ഫസ്റ്റ് കാണാൻ വരുന്ന സീനകത്ത് ആ വണ്ടി ഭയങ്കര ഇതല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ സീൻ ഉണ്ടല്ലോ, ഈ പെണ്ണിന്റെ ഇതിനുണ്ട് ഇതില് രണ്ടും പെട്രോളും ഡീസലും. അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ പെണ്ണിന്റെ അമ്മാവൻ എന്തോ വരുമ്പോ ഇയാള് പറയല്ലേ ഞങ്ങൾ ഊട്ടിൽ പോണോ കൊടൈക്കനാൽ എന്നിട്ട് ആളാവണം ഇങ്ങനെ കറക്കി എടുത്തു പോണൊരു സീനുണ്ട് വൈറ്റ് ഷോട്ടില്. അത് എനിക്ക് നരസിംഹം നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടി ഓർമ്മ. പിന്നീട് എനിക്ക് ചെസ്സിലെ സ്കോർപിയോ പിന്നെ ഭയങ്കര പ്രാന്തല്ലോ. ലാസ്റ്റ് ഒരു റെഡ് ലുക്ക് ആ ബീജിയം കൂടെ ആകുമ്പോഴത്തേക്ക് മറ്റേ സ്കോർപിയോ പടം തീരണം അതില് ഫുള്ള് സ്കോർപിയോ ഹീറോയാണ്. ബ്ലാക്ക് റെഡും പോലീസുകാർക്ക് സ്കോർപിയോ, സ്കോർപിയോ വില്ലന്മാർക്ക് സ്കോർപിയോ, മറ്റേ മഹീന്ദ്രന്റെ എന്തോ ടൈപ്പ് വണ്ടിയുടെ ലുക്ക്. സ്കോർപിയോടെ വില കളഞ്ഞൊരു സിനിമയുണ്ട്, അത് പൊളിക്കാൻ വേണ്ടി കൊടുത്തതാണല്ലോ. അല്ല അതെനിക്ക് തോന്നുന്നു മറ്റേ സംശയമൊന്നുമില്ലല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പണ്ട് ഈ തമിഴ് പടത്തിലാണെങ്കിലും ഇവരുടെ മലയാളം പടത്തിലാണെങ്കിലും വില്ലന്മാരെ വണ്ടി എന്ന് പറഞ്ഞാൽ കോളീസും സുമോ സ്കോർപിയോ. എന്തുകൊണ്ടാന്നറിയില്ല ഇടിച്ചു പൊളിക്കാന്ന് ആമ്പളെന്ന് പറഞ്ഞ സിനിമക്കകത്ത് വിശാല് വരുന്നുണ്ടല്ലേ സുമോയ്ക്കകത്ത് പൊങ്ങി. സിംഗത്തില് സൂര്യ പൊളിച്ചളയണില്ലേ അല്ല അത് ഓവർ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ അല്ലൂർ ലക്കിക്കകത്ത് അടിച്ചു പൊട്ടിക്കുന്ന അടിവെള്ള വിധിച്ച സ്കോർപിയോ ഒരു വ്യത്യാസം വന്ന ചെസ്സിനകത്ത് ലുക്ക് എടുത്തു വെച്ചത്. ഈ സിനിമയില് മറ്റേ ചെന്നൈ എക്സ്പ്രസ് ഇല്ലേ, ചെന്നൈ എക്സ്പ്രസിൽ മറ്റേ ഈ ഷാറുഖ് ഖാൻ ഇങ്ങനെ ടയർ അതുണ്ടായിട്ട് സംഭവം അടിപൊളി ഇത് മാറിയിട്ട് ഹീറോ ലുക്ക് വന്ന ചെസ്സിനകത്ത്. എനിക്ക് ആ സാധനം തന്നെ സെയിം സാധനം മറ്റേ അലക്സ് പാണ്ഡ്യ എന്ന് പറഞ്ഞിട്ട് പടമുണ്ട് കാർത്തിക പാട്ടുള്ള അതില് മറ്റേ വെട്ടിട്ട് ഇത് പറന്നെടുത്ത് തെങ്ങൊക്കെ ഇടിച്ച് പൊളിക്കും. എനിക്ക് പിന്നെ സുമോടെ കാര്യം പറയുമ്പോഴും മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ അതിലൊരു മറ്റേ ഇവിടെ പോലും ഇവര് തമിഴ്നാട്ടിൽ പോകുമ്പോ ഒരു ആ ഫ്രെയിമില് സുമോ എന്തോ കാണിക്കണം. ക്യാരക്ടർ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പോലീസ് അനുഭവിക്കണ വെച്ചിട്ടൊന്നും ഇവര് വണ്ടി മാറ്റം. കാരണം ഒരു സമയത്ത് പോലീസ് സുമോ ഗില്ലി സിനിമയ്ക്കകത്ത് അവനെ പിടിക്കാൻ പോയി എന്തോ സുമോ എത്ര ഇതിനെ ഒളിപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ അത് കഴിഞ്ഞപ്പോ കൂടുതൽ വണ്ടിക്ക് സ്കോർപിയോ. പിന്നെ പോലീസിന്റെ വണ്ടി സ്കോർപിയോ എനിക്ക് തോന്നുന്നു മറ്റേ ഇതിലില്ലേ പോക്കിരാജില്. അല്ല അത് ആ സമയത്ത് ആരും വിചാരിക്കാത്ത സാധനമാണ് വൈശാഖ് ഇങ്ങനെ കുറച്ച് കത്തിയല്ലേ. അതെനിക്ക് പ്രശ്നമല്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു BMW 20 ഞാൻ മേടിക്കുന്നു വിചാരിച്ചാ. അല്ല അതിലൊരു ഡ്രിഫ്റ്റിംഗ് സീൻ ഉണ്ട്, അത് നല്ല രസം. എന്തെങ്കിലും ഒരാൾ ഒപ്പിച്ച് വെച്ചിട്ട് അക്കോട് അതൊരു ക്യാരക്ടറായി മാറിയല്ലോ. അതെ പുള്ളി ഉണ്ടെങ്കിൽ അവിടെ കാറുണ്ടാവും. പിന്നെ ഒരു കാറുണ്ട് മറ്റേ റോഷാക്കില് ഫിഗോ അല്ല മസ്റ്റാങ്. അതാ കാടിന്റെ നടുക്കിലൂടെ ആ സൗണ്ട്, കാടിന്റെ സൗണ്ട് അല്ല സിനിമയുടെ അവൻ അത്രയും ആളുകൾ ശ്രദ്ധിക്കുന്ന ആ കാറുണ്ടോ. നാട്ടിൽ അങ്ങനെ ഒരു കാർ ആരും കണ്ടിട്ടില്ല, അങ്ങനെ വരുന്നു. അത് എനിക്ക് ഓർമ്മ മറ്റേ ഇതുള്ള ഒരാളേന്ന് ഒരു പുതിയ കാറാ. ഫസ്റ്റ് മസ്താങ് അല്ലല്ലോ അവര് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് ഇതായിരുന്നു ഡോഡ്ജ് ചാർജർ കാസ്റ്റിംഗ് ഓൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാറിന്. അത് കഴിഞ്ഞിട്ട് ഈ ഇതുണ്ടല്ലോ മസ്റ്റാങ് കിട്ടിയപ്പോ പറഞ്ഞ ഓറഞ്ച് കളറായിരുന്നു അതിന്. അപ്പൊ അതിന്റെ മേലെ മറ്റേ ഇത് ചെയ്ത് പെയിന്റ് ചെയ്ത് സെപ്പറേറ്റ് പെയിന്റ് ചെയ്തിട്ട് ഈ കളർ ആക്കി എടുത്ത്. പക്ഷെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ദിവസം ഉണ്ടല്ലോ ആദ്യം ഫ്രണ്ടിത്തെ പാർട്സ് അയച്ചാൽ അവിടെ പൊട്ടി ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഓണർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ. പക്ഷെ സംഭവം പറഞ്ഞാൽ ആ വണ്ടി ഭയങ്കര ആപ്റ്റായിരുന്നു. മറ്റു ദുരൂഹതയുള്ള ഒരു വണ്ടിയാണല്ലോ അത്. ബീജവും ആ പോക്കൊക്കെ പുള്ളിയുടെ കോസ്റ്റ്യൂമും ലുക്കും
വീടും ഒക്കെ അതിനകത്തോട് വരുന്നൊരു ഫ്രെയിം ഉണ്ടല്ലോ അത് ഭയങ്കര ഹോളിവുഡ് ലെവല് ഹോളിവുഡ് ലെവല് ആ പടവും മലയാളത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു അതാണ് എനിക്ക് തോന്നുന്നു അത്രയും കാറുകൾ അടുത്ത് വരെ പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ഒരുപാടുണ്ടാവും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വലിയേട്ടനില് ഒരു കാറിലുപരി മറ്റേ സ്കൂളിലേക്ക് വരുന്ന സീൻ ഉണ്ടല്ലോ ശോഭനയുടെ അതിലിറങ്ങി വരുന്ന സാധനം തട്ടുകൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി ബാക്ക്ഗ്രൗണ്ടില്ല അത് ആളിറങ്ങണ സീനും ഒരു ലോകങ്ങൾ വെച്ചിട്ട് പുള്ളിങ്ങനെ ഇറങ്ങി മറ്റേ ഇടുപ്പാണ് കാറിനും ആൾക്കൊരു ഇടുപ്പാണ് അത് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ പോലെ കൊറേ ഇത്രയും വണ്ടികൾ ഇപ്പൊ തന്നെ ഐക്കോണിക് ആയിട്ട് വണ്ടികളും പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ പുതിയ പടങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര പണ്ടത്തെ അത്ര ഐക്കോണിക് എന്ന് പറയാനായിട്ട് ആയിട്ടില്ല. അന്നെന്ന് നമുക്ക് ഇത്രയും മാർഗമില്ല. ഇപ്പൊ നമുക്ക് വണ്ടി കണ്ട് ശീലമായി. നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. ഇപ്പൊ മറ്റേ ഇതിൽ തന്നെ മറ്റേ ലിയോയിൽ തന്നെ കൊറേ മറ്റേ ഈ പോക്കി രാജുള്ള പോലെ വിജയുടെ അടുത്ത് കൊറേ വണ്ടി കൊണ്ടാ. അപ്പൊ ഞാൻ ബ്ലാക്കിന് ഇതല്ലേ പോക്കി രാജുടെ ഉണ്ടായിരുന്നു റാലി പോലെ വണ്ടി വരാ. അത് ശരിക്കും പറഞ്ഞ ഇപ്പൊ നിർത്തിയ പരിപാടി അല്ലായിരുന്നു. കുറഞ്ഞ് മറ്റേത് ഇവര് വരുന്നവരൊക്കെ വെറുതെ വരുന്നതാ. ഒരു നെയ് കൊണ്ടേടിക്കുമ്പോ ഇവര് ഇത്ര നോക്കി ഈ വണ്ടി 100 വണ്ടിയുടെ ആള് തന്നാലും വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും. അല്ല അത് ആ കാറ് കാണിക്കുന്നത് മധുരാജില് ബോട്ട് അത് തുരുത്തിൽ കാറുണ്ടാവില്ല ഒരു പണിയുണ്ട് ഞാൻ ബോട്ട് കൊണ്ടുവരാം. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ആദ്യം കാണിച്ചെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പോക്കിരാജിലെ കാണിച്ചെന്ന് വെച്ചാൽ ഒരു ഗ്രാൻഡ്യൂർ തന്നെ ഇയാൾ ഇത്രയും വലുതാണെന്ന് കാണിക്കാൻ ഇത്ര കാറ് വെറുതെ കൊണ്ട് നടക്കണ മൂസയ്ക്കകത്ത് ദിലീപേട്ടൻ പണ്ട് വിട്ടതാണല്ലോ അറിയത്തില്ല. അത് അതിന്റെ ഇടയിൽ ഫ്രണ്ടിലെ കാറും മറ്റേ ഫുൾ അംബാസഡർ അതെനിക്ക് അങ്ങനെ ഇത്രയും എനിക്കിപ്പോ പെട്ടെന്ന് ഐക്കോണിക്കായിട്ട് ഓർമ്മ ഇനിയും ഇതിപ്പോ മലയാള സിനിമ മാത്രമാണ്. അതെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ ഒരു മറ്റേ ജയറാം മേട്ടന്റെ ഒരു പാടല്ലേ ദി കാർ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഒരു പാടുണ്ട്. അത് ക്യാരക്ടർ ഉണ്ടല്ലോ ഇക്ക എടുത്ത കാറാണ് അത്. ഒരു മറ്റേ സ്പോർട്സ് കാർ പോലെയാണ് ആ കാറ്. മറ്റേ ബാക്കിൽ അതിനെ പറയാ ഫ്ലൈ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ആൾക്കാരൊക്കെ നോക്കും. പിന്നെ ഈ സാധനം നീ ബാക്കി സാധനം പറഞ്ഞ ഓർമ്മ പയ്യ സിനിമയില് ലാൻസർ ഭയങ്കര ആ പാട്ട് അല്ല അങ്ങനത്തെ ഇപ്പൊ നമ്മ മലയാളത്തിൽ കുറെ പറഞ്ഞു കുറച്ച് മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ല അപ്പൊ കൈതിക്കാതെ ലോറി അതോടൊപ്പം തന്നെ ആ ലോറിയും അതിലൊരു ഷോട്ട് ഉണ്ടല്ലോ ബാക്കിൽ നിന്ന് കേറി എല്ലാ വരുന്ന സാധനം അതിന് അങ്ങനെ കൊറേ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ എനിക്കോട് പണ്ടത്തെ കുറഞ്ഞിരിക്കണം. എനിക്കോട് കുറച്ചും കൂടി മറ്റേ പിന്നെ ഹലോയ്ക്കകത്ത് ബൈക്ക് ഉണ്ടല്ലോ ഹലോയ്ക്കകത്ത് കരിഷ്മ ഇങ്ങനെ ജഗതി ഇരുത്തിക്കൊണ്ട് സുശീൽ ഭായ് ബായ് ആ ഒരു സീനത്ത ഓടിച്ചോണ്ട് വരുമ്പോ ജഗതി സൈഡിൽ സീനല്ല കരിഷ്മക്ക് അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചത് പാടാണ്. അതല്ല ഇവരെന്തു പറഞ്ഞാലും ചെയ്യും. അല്ല അവരുടെ ഇൻട്രോന്റെ അടിപൊളി ജഗതി സൈഡിൽ ഇരിക്കുന്നു. പിന്നെ നിറത്തിനകത്ത് കുഞ്ചാക്കോവൻ അനിയത്തിപ്രാവനകത്ത് നിറത്തിനകത്ത് സ്പ്ലെൻഡർ നിറത്തിനകത്തല്ലേ സ്പ്ലെൻഡർ ഹിറ്റ് ആവുന്നത്. ട്രെൻഡ് സെന്റർ ആയിരുന്നല്ലോ. അപ്പൊ അതോടൊപ്പം സ്പ്ലെൻഡർ. അതെ 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 മറ്റേ ഒരു നമുക്കറിയാം നമ്മുടെ കാര്യത്തിന് മുമ്പ്. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ടൈമിൽ. അങ്ങനെ ഇഷ്ടപ്പെട്ട അല്ലൂർജിന്റെ കരിഷ്മ ഹാപ്പിക ഇറങ്ങി എവിടെ കണ്ടാലും ഓടിച്ചില്ല. ആ ഒരു വണ്ടികളുടെ ഇഷ്ടം. ഈ അലോലും അതുപോലെ തന്നെ ഇങ്ങനെ ഓടിക്കാൻ എങ്ക കാണുമ്പോഴേ തിരിക്കുന്നതും അത് പാട്ടിന്റെ ഇടയില് ലാലട്ട കറങ്ങിണ്ട് അത് ലാലട്ടന്റെ ഒരു കഴിവാണ്. ലാലട്ടൻ അഴിഞ്ഞാട്ടണോ അങ്ങനെ എനിക്കോട് വണ്ടികൾ. പിന്നെ KGF-നകത്ത് ഇവന് ദുബായിലേക്ക് പോകുമ്പോ ഇവന് ചുറ്റും വണ്ടി എടുത്തില്ല. അത്
മറ്റേ റോക്കി പോയിരിക്കുന്നത് പിന്നെയുണ്ട് ഐക്കോണിക് എന്നല്ല ഒരു മാസ് സാധനമാണ് ഷൈലോക്കില് പക്ഷെ അതിലാ ബീജം ഇട്ടിട്ട് ഓവറാക്കിയതോ ഓരോ സെക്കൻഡിലും അല്ല എൻട്രിയില് അത് ആ ജയവാസ്തവിന്റെ ഒരു കഴിവാണ്. നായകനെ എൻട്രിയിൽ അടിപൊളിയാക്കാം. അത് മറ്റേ മാസ്റ്റർ പീസിലും പുള്ളി വെച്ചിട്ട് മാസ്റ്റർ പീസിനകത്ത് സ്കോട്ട് വെച്ചൊരു ചേസ് ഉണ്ടല്ലോ ബോസ് നമ്പർ പേസ്, അത് അടിപൊളിയായിരുന്നു. ഇതെനിക്ക് മറ്റേ മാസ്റ്റർ പീസ് ചേസിങ് മലയാളത്തിൽ കുറെ വന്നിട്ടുണ്ട്. ഇപ്പം ടർബോയ്ക്കകത്ത് ഒരു ചേസിംഗ് ഉണ്ട് വെച്ചിട്ടുള്ള, അത് അടിപൊളിയല്ലായിരുന്നു. പിന്നെ മറ്റേ രാമേന്ദ്ര ബോസ് ആൻഡ് കോയില് ചേസിംഗ് ഉണ്ട്, അറബി അത് അടിപൊളിയാണ്. ചേസിങ് അടിപൊളിയായിരുന്നു. അത് അതിന്റെ എഡിറ്റർ പറഞ്ഞു ഇതില്ലെങ്കിൽ ചേസിലെങ്കിലും എഡിറ്റ് ചെയ്യാം. വേറെ കളറുള്ള വണ്ടികളൊന്നും ഇടിച്ചതിലും പറ്റി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി പോലെ ഫുള്ള് ആ ചേസ് ഫുള്ള് വണ്ടികളും ബ്ലാക്ക് കണ്ടിന്യൂറ്റി പോകണ്ടിട്ട് ഒരു വണ്ടി പോയാൽ വേറെ വണ്ടി അറിയില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു അതിൽ ചേസിൽ അത് അത്യാവശ്യം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മറ്റേ FPV ഷോട്ടൊക്കെ വരുമ്പോ കറങ്ങി വരണത്, പിന്നെ നമുക്ക് പോയി ഡ്രിഫ്റ്റ് ചെയ്ത് ഒരു പാർട്ടി അതാണ് എനിക്കോട് അത്രയും വണ്ടികളാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഓർമ്മ ഇല്ലാത്ത ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ നമ്മളും അതിനോടൊപ്പം വണ്ടികൾ ശ്രദ്ധിക്കുമല്ലോ. ഓഡിയൻസ് അത് കമന്റില് പോഡ്കാസ്റ്റ് കാണുന്നവര് അത് നിങ്ങൾക്കും നമ്മൾ മിസ്സാക്കിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. പെട്ടെന്ന് ഓർത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അല്ല ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ചിലതൊരു എന്താ പറയാ എല്ലാവർക്കും കുറെ സിനിമ കാണുന്നവരൊക്കെ ഇത് CID മൂസ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ അതൊരു ഇമോഷൻ അതിന്റെ റേഞ്ച് കാരണം ഒറ്റ പ്രാവശ്യം റിലീസ് ചെയ്താൽ മതി. അല്ല ഇപ്പോഴത്തെ ചെറിയ പിള്ളേരോട്ട് വലിയൊരു വരുന്നേയും ആ പടങ്ങൾ അത് അങ്ങനെ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കണ കാലഘട്ടത്തിൽ നമ്മളെ ലോജിക്ക് ആ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിലെത്തി മുളക് വരുന്നതും ഓയിലൊഴിക്കുന്നു. അല്ല എനിക്ക് തോന്നുന്നു ആ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഇപ്പോഴും ഒരു കൾട്ട് ഫാൻ ബേസ് ആയിട്ട് നിൽക്കണം. അത് റിലീസ് ചെയ്താലും 2 ഒക്കെ ഇറക്കുന്നൊന്നും വേണ്ട. ആൾക്കാരൊന്നുമില്ല. അപ്പൊ പിന്നെ അത് എനിക്ക് പറഞ്ഞാൽ ശരിക്കും അത് പൂർത്തിയാക്കി. എനിക്ക് തോന്നുന്നു ദിലീപേട്ടനും ഹരിശേഷനും ചേട്ടനും മാത്രം ഉള്ളതുകൊണ്ട് ആ സിനിമ കംപ്ലീറ്റ് ആവൂല ഒരിക്കലും. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു ഫീൽ അല്ല അത് ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ ആ സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ 2 എടുത്ത് ഹിറ്റ് ആവുമായിരിക്കും, ചിലപ്പോ നന്നാവുമായിരിക്കും. പക്ഷെ ഒരിക്കലും അതിനെ ഇഷ്ടംമാതിരി സിനിമക്ക് തെക്കാൻ പാട്ടുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ചില സാധനങ്ങൾക്ക് ആടിനകത്ത സ്പീഡിൽ ഇനി പോയി സ്പീഡ് പൊട്ടിക്കാനില്ല, അപ്പൊ ആ വണ്ടി പോകേണ്ടി വരും. ഇത്ര കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യണ പോലും. അല്ല പിന്നെ എനിക്ക് തോന്നുന്നു ആ രാമനായിട്ടും ഒക്കെ വേഷം ധരിച്ചോണ്ട് വണ്ടിക്കകത്തിരിക്കുന്ന കളറായിട്ടുണ്ടല്ലോ. രാമൻജി ഇത് ലക്ഷ്മൺ. ലക്ഷ്മൺജി കൊന്തയിട്ട ഒരു പക്ക ഭാഗമാണ് ആടിനകത്ത്. കൊന്തയിട്ട ശ്രീരാമൻ. അതില് മതക്കല്ലിങ്ങൾക്ക് ദൈവം. ഇതാരാ ഇത്? പാഞ്ചാലി. പാഞ്ചാലി പാഞ്ചാലിക്കാന്ന ഇതില് സീതേച്ച് വിളിച്ചപ്പോ വണ്ടി മറ്റേ 3D ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ട് മറ്റേ 4 ഫിലിം ഷൂട്ടിംഗ് വണ്ടി തന്നെ ആയിരുന്നല്ലോ മെയിൻ ആയിട്ട് എല്ലാരും
അത് എനിക്ക് തോന്നുന്നു അതും ഒരു Iconic എനിക്ക് പെട്ടെന്ന് മറ്റേ വാഹനം എന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ മുതലാളി വണ്ടി കൊണ്ടുവരാൻ സമ്മതിക്കണം ഏതാ അപ്പൊ നമുക്ക് മറ്റേ ആനപ്പുറത്ത് കയറിയല്ലേ അപ്പൊ നമ്മ ഏതോ വണ്ടി വരും അപ്പൊ നോക്കുമ്പോ എന്റെ മുതലാളിക്ക് വണ്ടി വന്നു അതിൽ ആംബുലൻസ് ട്രാഫിക്കിനാ സ്കോർപ്പിയോ ആ ഒരു സിനിമ കാണുമ്പോ എക്സൈറ്റ്മെന്റ് നമുക്ക് ആ വണ്ടിയോട് തോന്നുമല്ലോ. പാട്ടില്ലേ ആ വണ്ടി അതിനകത്ത് ഭയങ്കര ഇതല്ലേ ആ വണ്ടി. ശ്രീനിവാസിന് വണ്ടി ഓടിക്കാറില്ലെന്നല്ലേ പറയുന്നത്. അത് വെച്ചിട്ട് അവരങ്ങനെ പുള്ളി പറയാന്നറിയാം മറ്റേ ഈ കുഞ്ചാക്കോവൻ ഇവരെ ഭീഷണി കൊടുത്ത ഒരു സീൻ ഉണ്ടല്ലോ, ഒരു വഴി തെറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതില് വണ്ടി പോകണ്ട. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നിർത്തണം, അതാണ് സീനിൽ ഷോർട്ടിൽ പറഞ്ഞേക്കണം. പുള്ളി ഇങ്ങനെ ഓടിച്ചിട്ട് ഒരു മരക്കഷ്ടത്തിൽ കയറിയിട്ട് വണ്ടി നിന്ന് ഷോർട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആസിഫലി ഇപ്പുറത്തിരിക്കുകയാണ്, ഫ്രണ്ടിലുള്ള ആസിഫലി ശ്രീനിവാസൻ ഇത് ക്ലച്ച് ഞാൻ നേരത്തെ ബ്രേക്ക് ക്ലച്ച് ചവിട്ടിയെന്ന്. പക്ഷെ വണ്ടിക്ക് ഭയങ്കര വരുമ്പോ 2 വണ്ടി ബ്ലോക്ക് ആക്കുമല്ലോ, അപ്പൊ നമുക്ക് എടുത്ത് മാറ്റാൻ തോന്നിപ്പോകും. ട്രെൻഡ് മാറ്റിയ ഒരു സിനിമയാണ് മലയാള സിനിമയുടെ ട്രെൻഡ്. അപ്പൊ അത് ആ വണ്ടി ഭയങ്കര ഇതായിരുന്നല്ലോ. ആ ഒരു പാട്ട് കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ വണ്ടിയാണല്ലോ ഫുള്ള് ഫോക്കസ്. മറ്റേ സ്കോർപിയോ ഇത്ര ഫാസ്റ്റ് ഓടിക്കാൻ പറ്റുന്ന കാണിച്ചെന്ന്. അത് അങ്ങനെ ഉള്ള കുറച്ച് എനിക്ക് തോന്നുന്നു നമുക്കറിയാവുന്നതൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഒരുപാട് വണ്ടികൾ മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് പഴയ സിനിമ സുരേഷ് ഗോപി ഒരു ക്യാരക്ടറായിട്ട് വണ്ടികൾ നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിലൊക്കെ എനിക്ക് പേര് ഓർമ്മയില്ല, ഒരു മഞ്ഞ ജീപ്പ് ഹൈവേ അതിലൊക്കെ അതൊരു മറ്റേ എനിക്ക് തോന്നുന്നു ജിപ്സിയുടെ തന്നെ വേറെ മോഡലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കുറെ ഇഷ്ടംപോലെ. അതെ സിനിമയിലെ ആ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനങ്ങളും ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. മറ്റേ സിനിമകളെ പോലെ മറ്റേ ഇൻഗോസോസിനകത്ത് ആ നീല വണ്ടി അത് നമ്മള് തണുപ്പത്തൊക്കെ ടയർ വണ്ടി എടുക്കണ അടുക്കളോട്ടാ ടയർ മാറ്റി ഹൈവേജിലൊക്കെ മുകളിൽ നല്ല വിജൃംഭിച്ച സ്ഥലം. അതെന്താ അത് വാക്കൊന്നും അറിയില്ല, അർത്ഥം നല്ല വെയിറ്റുള്ള വാക്കല്ലേ കൊള്ളാം. വണ്ടി ഭയങ്കര ഹൈലൈറ്റ് ഈ സാധനം കണ്ടിട്ടാ മറ്റേ തോന്നിട്ട് വണ്ടി എടുക്കടാ എങ്ങിട്ട് അടുക്കളയിലാണ് അതൊരു രസമാണ്. ഇഷ്ടംപോലെ മറ്റേ സാധനം സിനിമ തന്നെയാണ്. നമ്മുടെ കൊച്ചി രാജാവിനകത്ത് ജഗതി വരത്തില്ലേ, തന്നെ അതില് ഓട്ടോറിക്ഷ കോളിസ് ഇവനെ വിളിക്കാൻ വരുമ്പോൾ കോളിസിന്റെ ഉണ്ടല്ലോ അതും. പിന്നെ ഇപ്പം വണ്ടി നല്ലതായിട്ട് ഉപയോഗിച്ച പണി സിനിമയ്ക്കകത്ത് കാറുകൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യം അതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനല്ല ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടില്ല. നല്ലതായിട്ട് ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു മറ്റേ ഒരു ചേസ് ഉണ്ട് അതില് മറ്റേ ഡ്യൂക്കിനെ അതെനിക്ക് തോന്നുന്നു മസ്റ്റാങ് ആണോ അപ്പൊ ആ സീനൊക്കെ വെച്ചാൽ നീ പറഞ്ഞ പോലെ വണ്ടിക്ക് ഒരു പ്രാധാന്യം ഇവർ ഉപയോഗിക്കുന്ന വണ്ടികള് ഡിഫൻഡർ ഉണ്ട്, ബാക്കിലൂടെ പോലീസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത് അങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമുക്കറിയാവുന്ന ഓർമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കും പറയാനുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു നമ്മ സിനിമനെ പറ്റി സംസാരിക്കണല്ലോ, സിനിമയെ പറ്റി സംസാരിച്ചാൽ ഒരുപാട് കൊണ്ടിരിക്കും, പിന്നെ പിന്നെ സിനിമ വന്നോണ്ടിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളം ഇപ്പൊ നമുക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു വണ്ടിക്ക് ഒരു ഇൻട്രോ കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും, സിനിമ ചെയ്യുന്നുണ്ടാവും. അതുണ്ടാവും. അപ്പൊ അത് സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കണം. നായകനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാർ എന്ന് കിടക്കുന്ന വണ്ടിയിലേക്കുള്ള രീതിയിലേക്ക് മാറും. അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമുക്ക് അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന്റെ കൂടെ ഒരു
അവർക്ക് ഒരുപാടുണ്ടാവും. ഇപ്പൊ നമ്മള് വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു കാർ കാർ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് സിനിമകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാർ കമന്റ് ചെയ്യാം. അതിപ്പോ നമ്മ പറഞ്ഞ ഐക്കോൺ കാണുന്നില്ല, ചില അങ്ങനത്തെ ഉണ്ടാവും. അങ്ങനത്തെ ഇഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ആയിരിക്കും. അങ്ങനത്തെ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.